ഡൈനിങ് റൂമിൽ നിന്നും അകത്തെ മുറിയിലെത്തുവാൻ 1 കിലോമീറ്റർ ദൂരമുണ്ടെന്ന് ആകാശിന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. ആ മുറിയിലെത്തിയതും ഓർമ്മ അവൻ്റെ നേരെ വെട്ടിത്തിരിഞ്ഞു. ഇങ്ങനെയൊരു സമാഗമം ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെങ്കിലും ഒരിക്കൽ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടണമെന്ന ആഗ്രഹം മനസ്സ് നിറയെ ഉണ്ടായിരുന്നു. ദൈവം അതിന് എന്നെ സഹായിച്ചു. അവൾ പല്ല് കടിച്ചു. ആകാശിന് ശബ്ദിക്കാനേ കഴിയുന്നില്ല. അവൻ്റെ മനസ്സ് നിറയെ ഭൂതകാലത്തിലെ ചിത്രങ്ങളായിരുന്നു. ഓർക്കും തോറും ഉണ്ടാകുന്ന നടുക്കവും മുഖത്ത് വ്യക്തമായി കൊണ്ടിരുന്നു. എന്താണ് ഒന്നും മിണ്ടാത്തത്? ഞാൻ പരുങ്ങൽ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അന്ന് ഞാൻ തോറ്റു. ഇനിയുള്ള തോൽവി മുഴുവൻ നിൻ്റേതു മാത്രമായിരിക്കും. ഈ ജന്മം മുഴുവൻ നീ ദുഃഖിക്കും. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. അതിനായി ഞാൻ നിൻ്റെ ഭാര്യയാകുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആകാശ് വീണ്ടും തുടങ്ങി. ഇവൾ തൻ്റെ ഭാര്യയായാൽ? ഇല്ല, എന്തു വന്നാലും ഞാൻ സമ്മതിക്കില്ല, അവൻ തീർത്തു പറഞ്ഞു. മണിക്കിലുങ്ങും പോലെ അവൾ ചിരിച്ചു. എൻ്റെ ഡാഡിയും നിൻ്റെ ഡാഡിയും കൂടി ഇപ്പോൾ എല്ലാം ഉറപ്പിച്ചു കാണും. മറുപടി പറയാതെ ആകാശ് തിരിച്ചിറങ്ങി. പ്രതാപ് വർമ്മ എണീറ്റ് കഴിഞ്ഞു. പിന്നെ കുമാരൻ തമ്പിയോടായി പറഞ്ഞു, എല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ. നാളെ കഴിഞ്ഞ് നിങ്ങൾ അവിടേക്ക് വരിക. ആകാശ് എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും വർമ്മ നടന്നു കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തുന്നത് വരെ കടിച്ചൊതുക്കി വെച്ചിരിക്കുകയായിരുന്ന ആകാശിൻ്റെ രോഷം അണ പൊട്ടിയൊഴുകി. ആരോട് ചോദിച്ചിട്ടാണ് ഡാഡി അവർക്ക് വാക്കു കൊടുത്തത്? മകൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് മേനക അവിടേക്ക് വന്നത്. പടക്കം പൊട്ടുന്നത് പോലെ ഒരടിയായിരുന്നു പ്രതാപ് വർമ്മയുടെ മറുപടി. നിന്നെ ജനിപ്പിച്ചത് ഞാൻ ആരോടും ചോദിച്ചുകൊണ്ടല്ല, മനസ്സിലായോ? നിന്റെ വിവാഹവും എങ്ങനെ വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു കൊള്ളാം. എന്താണിത്? മേനക ഇടയ്ക്ക് കയറി. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ പോകുകയാണോ? മാറി നിൽക്കടി. നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? വർമ്മയുടെ ആ ഭാവം കണ്ട് മേനക ഭയന്നു പോയി. ആരൊക്കെ എതിർത്താലും നിന്നെ കൊണ്ട് ഞാൻ ആ പെണ്ണിനെ കെട്ടിക്കും. എല്ലാം കൊണ്ടും എനിക്ക് തൃപ്തിയായ ഒരു ബന്ധമാണിത്. കുമാരൻ തമ്പിയെ വർഷങ്ങളായി എനിക്കറിയാം. ഇനി എതിർ വാക്കു പറഞ്ഞു ഞാൻ കേൾക്കരുത്. എന്തോ പിറുപിറുത്തുകൊണ്ട് ആകാശ് വന്ന് ബൈക്കിൽ കയറി. വെടിയുണ്ടയുടെ വേഗത്തിൽ അത് പാഞ്ഞു പോയപ്പോൾ വർമ്മ ഭാര്യയെ നോക്കി. അവൻ്റെ ഈ പോക്കിന് കടിഞ്ഞാൻ വീണടി. അവന് ഇഷ്ടമില്ലാത്ത ബന്ധമാണെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യം കൂടി അവനൊന്ന് പറഞ്ഞു തരട്ടെ. നല്ല കിളി പോലെയുള്ള കൊച്ച്, ആവശ്യത്തിന് വിദ്യാഭ്യാസവും സൗന്ദര്യവും സമ്പത്തും. ആ വീട്ടുകാരാണെങ്കിൽ മനുഷ്യരോട് ഇടപെടാൻ ഇത്രയും ഡീസൻറ്റ് ഉള്ളവരില്ലെന്ന് തന്നെ പറയാം. മേനകയ്ക്കും അതൊക്കെ കേട്ടപ്പോൾ ഇഷ്ടമായി തുടങ്ങി. കൂട്ടുകാർ ഫുട്ബോൾ കളിക്കുന്നത് നോക്കി കൊച്ചു ബീഡി വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജഗദീഷ് ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടത്. തല തിരിച്ചു നോക്കിയിട്ട് അളിയോ എന്ന് വിളിച്ചുകൊണ്ട് അവൻ ഓടിച്ചെന്നു. എവിടെയായിരുന്നു അളിയ? തന്തപ്പടി എവിടേക്കാണ് വലിച്ചുകൊണ്ട് പോയത്? ഞാൻ വിചാരിച്ചു വല്ല ഇരുട്ടുമുറിയിലും കൊണ്ടുപോയി അടയ്ക്കാനാണെന്ന്. അതിലും കഷ്ടമായി പോയിടത്. നീ കാര്യം പറ. എന്തിനും ഈ ജഗദീഷ് പരിഹാരം കാണാം. നീ വണ്ടിയിലേക്ക് കയറ്. അയ്യോ, ഞാൻ സ്മോളടി നിർത്തി. എപ്പോൾ? ഇന്നലെ നമ്മൾ സ്മോളടിച്ച് പിരിഞ്ഞതിന് ശേഷം. എന്താ കാര്യം? അങ്ങനെ തോന്നി. പിന്നെ ഞാൻ എന്തു ചെയ്യും? സ്മോളടിയെ ഞാൻ നിർത്തിയുള്ളൂ. ഇപ്പോൾ ലാർജ് അടിക്കുന്നത്. വാ കഴിവേറി കയറടാ. പറഞ്ഞു തീരും മുമ്പേ അവൻ കയറിക്കഴിഞ്ഞിരുന്നു. ബാർ 2 ലാർജ് അകത്താക്കി കഴിഞ്ഞിട്ടാണ് ആകാശ് പറഞ്ഞു തുടങ്ങിയത്. എരിത്തീയിൽ വീണതുപോലെ ആയിപ്പോയില്ലേ അവളെ കണ്ടപ്പോൾ? എവളെ? ജഗദീഷിന് പിടികിട്ടിയില്ല. ഓർമ്മയെ. ഓർമ്മ? ആകാശ് പറയുന്നത് വിശ്വസിക്കാൻ ജഗദീഷിന് കഴിഞ്ഞില്ല. അളിയൻ സത്യം തന്നെയാണോ പറയുന്നത്? അതേന്നേ, അവളെ കാണുവാനാണ് ഡാഡി എന്നെയും കൂട്ടിപ്പോയത്. തുടർന്ന് ഉണ്ടായതെല്ലാം അവൻ പറഞ്ഞു കേൾപ്പിച്ചു. അവൾ എന്നെ ഇത്തവണ വിടുമെന്ന് തോന്നുന്നില്ല അളിയ. വീട്ടുകാർ തമ്മിലും വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. അവളുമൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണ്. അത് വരട്ടെ, അത്യാവശ്യമാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ അവളെങ്ങനെ സൂപ്പർ ചരക്കായോ? നീ എന്തെങ്കിലും ഒരു പരിഹാരം പറയും. ആ വിവാഹം നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ? യെസ്, ഒരു ലാർജ് കൂടി പറ. നിമിഷങ്ങൾക്കുള്ളിൽ മദ്യമെത്തി. ജഗദീഷ് ഒറ്റ വലിക്ക് മദ്യം അകത്താക്കി. പിന്നെ പുറം കൈകൊണ്ട് ചുണ്ട് തുടച്ചിട്ട് പിക്കിൾസ് വിരലിൽ മുക്കി നാവിൽ തേച്ചു. എടാ അളിയ, നമ്മൾ ഇപ്പോൾ പോകുന്നു. എവിടേക്ക്? അവളുടെ വീട്ടിലേക്ക്. എന്തിന്? അവളുടെ തന്തയോട് നല്ല 4 വർത്തമാനം പറയാൻ. അത് കുഴപ്പമാവില്ലേ? എന്തു കുഴപ്പം? നാളെ കഴിഞ്ഞല്ലേ അവർ നിൻ്റെ വീട്ടിൽ വരുന്നത്? അതെ. 4 വർഷം കഴിഞ്ഞാലും വരാത്ത തെറി വിളിക്കാൻ ഈ ജഗദീഷിനെ ആരും പഠിപ്പിക്കേണ്ടെന്ന് നിനക്കറിയാമല്ലോ. അവൻ തലകുലുക്കി. ഒരു വഴിക്ക് പോവല്ലേ, സ്വല്പം കരുതി കളയാം. അവൻ ബൈറെ വിളിച്ചു. ഒരു ഫുൾ വിജോയ്സ് പാക്ക് ചെയ്തു കൊണ്ടുവാ.
കുപ്പിയും കക്ഷത്തിലാക്കിയാണ് അവർ എണീറ്റത്. പരിചയമുള്ള ബാർമാൻ ചിരിച്ചുകൊണ്ട് തിരക്കി, കക്ഷത്തിലെന്താ? പൂടാ. ഉടൻ ജഗദീഷിൻ്റെ മറുപടി. ആകാശ് ബൈക്കിനടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നീ ഫിറ്റാണെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാം. അത് വേണ്ട, പണ്ടൊരിക്കൽ ഓടിച്ചതിൻ്റെ നഷ്ടപരിഹാരം കാറുകാരന് ഇനിയും കൊടുത്തിട്ടില്ല. ഇരുവരും ബൈക്കിൽ കയറി. നേരം സന്ധ്യ കഴിഞ്ഞിരുന്നതേയുള്ളൂ. തെളിഞ്ഞു നിൽക്കുന്ന തെരുവു വിളക്കുകൾക്ക് താഴെ വാഹനങ്ങളുടെ പ്രളയം. ട്രാഫിക് നോക്കാതെ ആകാശ് ബൈക്ക് വിട്ടു. അങ്ങകലെ മെർക്കുറി ബൾബ് തെളിഞ്ഞു നിൽക്കുന്ന പടുകൂറ്റൻ കെട്ടിടം ആകാശ് ചൂണ്ടിക്കാട്ടി. അതാണടാ ആ പിശാചിൻ്റെ ആവാസ കേന്ദ്രം. ബൈക്ക് സ്റ്റാൻഡിൽ വച്ചിട്ട് വേച്ച് ഇരുവരും അകത്തേക്ക് കയറി. മെർക്കുറി വിളക്കിൻ്റെ വെളിച്ചം അവിടെയെല്ലാം പരന്നിട്ടുണ്ടായിരുന്നു. നല്ല നീന്തൽക്കുളം. പറഞ്ഞതും ജഗദീഷ് പൂത്തു നിന്നിരുന്ന ഓർക്കിഡ് ചെടി അതിൻ്റെ ചട്ടിയോടുകൂടി എടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. ഓഹോ, എൻ്റെ ഭാര്യ വീട്ടിൽ വന്ന് നീ തോന്നിയാസം കാണിക്കും അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ആകാശ് 2 ചെടിച്ചട്ടികൾ കുളത്തിലേക്ക് ഉയർത്തിയെറിഞ്ഞു. പിന്നീട് ഇരുവരും മത്സരിച്ചാണ് ചെടിച്ചട്ടികൾ തകർത്തത്. അനന്തരം ഇരുവരും വീടിൻ്റെ വാതിൽക്കലേക്ക് ചെന്നു. പോർച്ചിൽ കുമാരൻ തമ്പിയുടെ ടയോട്ട കാർ കിടന്നിരുന്നു. ആകാശ് അതിൻ്റെ ബോണറ്റിൽ കയറിയിരുന്നു. ജഗദീഷ് ഷർട്ടിൻ്റെ കൈ തെറുത്തു കയറ്റി. പിന്നെ ഉച്ചത്തിൽ അലറി, എടാ കുമാരൻ തമ്പി, ഇറങ്ങി വാടാ പന്ന റാസ്കൽ.